മാപ്പ് പറയിക്കും. ഒടുവിൽ അഹങ്കാരത്തിന് നേരെ മൈക്ക് തട്ടിത്തെറിപ്പിച്ച മന്ത്രിയുടെ കനത്ത പ്രഹരം വന്നിരിക്കുകയാണ്. കേരളത്തിലെ സർവകലാശാലകളുടെ തലപ്പത്തിരുന്ന സംഘപരിവാർ അജണ്ടകൾക്ക് കുടപിടിച്ച VC-മാർക്ക് ഇനി രക്ഷയില്ല എന്ന കർക്കശമായ മുന്നറിയിപ്പാണ് പുറത്തേക്ക് വരുന്നത്. RSS വേദിയിൽ പോയി നിലപാട് പണയം വെച്ച വൈസ് ചാൻസലർമാരെ കൊണ്ട് പൊതുസമൂഹത്തിന് മുന്നിൽ പരസ്യമായിട്ട് മാപ്പ് പറയിക്കും എന്ന ഉറച്ച നിലപാടിലാണ് മുഖ്യമന്ത്രി VD സതീശനും ഭരണമുന്നണിയായ UDF-ഉം ഉള്ളത്. VC-മാരുടെ ഭാഗത്തു നിന്നുണ്ടായ നടപടി ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന 100% ശരിവെച്ചുകൊണ്ട് ഉന്നത പദവിയിലിരുന്ന് വിവേകശൂന്യമായിട്ട് പെരുമാറിയവർക്കെതിരെ മന്ത്രി റോജി M. ജോൺ ഉൾപ്പെടെയുള്ള UDF നേതാക്കൾ കടുത്ത വിമർശന ശരങ്ങളാണ് തൊടുത്തുവിടുന്നത്. ഈ വിവാദങ്ങൾക്ക് പിന്നിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ ചരിത്രം കൂടിയുണ്ടെന്ന് UDF ചൂണ്ടിക്കാണിക്കുന്നു. 2025 ജൂലൈയിൽ മുൻ ഗവൺമെന്റിന്റെ കാലത്തും സമാനമായ രീതിയിൽ ഇടതുപക്ഷ സംഘടനാ നേതാവായിരുന്ന VC ഉൾപ്പെടെയുള്ളവർ RSS പരിപാടികളിൽ പങ്കെടുത്ത സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ അന്ന് ഭരിച്ചിരുന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഈ വിഷയത്തിൽ പൂർണ്ണമായ മൗനം പാലിക്കുകയാണ് ചെയ്തത്. അതൊരു വ്യക്തിപരമായ കാര്യമെന്ന് പറഞ്ഞ് ഒതുക്കി തീർക്കാൻ നോക്കിയ അക്കാലത്തെ മന്ത്രി ഒടുവിൽ സ്വന്തം പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നും പോലും ശക്തമായ വിമർശനം ഉയർന്നപ്പോഴാണ് പ്രതികരിക്കാൻ പോലും തയ്യാറായത്. അന്ന് പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഈ ഇരട്ടത്താപ്പിനെതിരെ ശക്തമായ ശബ്ദമുയർത്തിയ UDF ഇന്ന് ഭരണത്തിലിരിക്കുമ്പോഴും അതേ കർക്കശമായ നിലപാടിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ VC-മാർക്കെതിരെയുള്ള മുഖ്യമന്ത്രി VD സതീശന്റെയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോണിന്റെയും ഈ നീക്കം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെയുള്ള കൃത്യമായ ചെറുത്തുനിൽപ്പാണ്. അധികാരം തലക്കി പിടിച്ച പൊതുസമൂഹത്തെ വെല്ലുവിളിച്ച VC-മാരുടെ ധാർഷ്ട്യത്തിനേറ്റ കനത്ത പ്രഹരമാണിത്. തങ്ങളുടെ നിഷ്പക്ഷത തെളിയിക്കാൻ VC-മാർക്ക് ഇനി പൊതുസമൂഹത്തിന് മുന്നിൽ പരസ്യമായിട്ട് മാപ്പ് പറയേണ്ടി വരുമെന്ന് ഉറപ്പാണ്. വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറന്നിട്ട ഈ വിവാദം വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകും എന്ന സൂചനയാണ് പുറത്തേക്ക് വരുന്നത്. അതൊക്കെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. അല്ല, അതിലൊരു വിമർശനം ഇപ്പോൾ SFI ഉൾപ്പെടെ പറയുന്നത് 25-ാം തീയതി മമ്മൂട്ടിക്ക് ഡിഗ്രി നൽകുന്ന ചടങ്ങിൽ താങ്കളും ഗവർണറോട് പങ്കെടുത്തിരുന്നു. അതിന്റെ തൊട്ട് പിറ്റേ ദിവസം അവിടെ സെനറ്റ് യോഗം നടന്നിരുന്നു. സെനറ്റിന് ഈ സെലക്ഷൻ കമ്മിറ്റിയിലേക്ക് ആളെ കൊടുക്കാൻ തീരുമാനിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അത് പക്ഷേ സെനറ്റ് മാറ്റിവെച്ചു. അത് SFI പറഞ്ഞാലൊന്നും ഞാനിപ്പോ മറുപടി പറയാം. അതൊക്കെ ഇത് യഥാർത്ഥത്തിൽ അത് മാറ്റിവെച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല, SFI പറഞ്ഞതിന് മറുപടി പറയാനൊന്നും ഞാനില്ല. താങ്കൾ പറഞ്ഞത് മറ്റെന്തെങ്കിലും ചോദിക്കാം. You have anything else to ask? താങ്കൾ പറഞ്ഞത് I have made myself unambiguously clear on the issue multiple times. So I don't want to repeat that. Yes, that's all. താങ്കൾ ഉൾപ്പെടെ പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞത് 100% ശരിയായ കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, വൈസ് ചാൻസലർമാരുടെ ഭാഗത്തുനിന്നുണ്ടായത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു നടപടിയാണ്. അത് ആവർത്തിക്കാൻ പാടില്ല. അവർ കേരള പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്നുള്ളത് തന്നെയാണ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. UDF എന്ന നിലയിൽ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഒരു എഡ്യൂക്കേഷൻ കോൺക്ലേവ് നടത്തിയിരുന്നു. ഞങ്ങൾ കോൺക്ലേവ് നടത്തിയപ്പോൾ ഞങ്ങൾക്ക് വേണമെങ്കിൽ വൈസ് ചാൻസലർമാരെയൊക്കെ വിളിക്കാമല്ലോ. ഞങ്ങൾ ഒരു വൈസ് ചാൻസലറെ ഞങ്ങൾ വിളിച്ചില്ല. കാരണം വൈസ് ചാൻസലർമാരുടെ സ്ഥാനം അതിന് എന്താ പറയുക, അവരാ നിഷ്പക്ഷത പാലിക്കണം എന്നുള്ളതുകൊണ്ടാണ്. ഞങ്ങൾ മുൻ വൈസ് ചാൻസലർമാരെയും അക്കാദമിക രംഗത്തുള്ള നിരവധി ആളുകളെയും വിളിച്ചു ആ പരിപാടിയിലേക്ക്. അപ്പോൾ ഞങ്ങളത് ഞങ്ങൾ മനഃപൂർവ്വം വിളിക്കാനാണ് വൈസ് ചാൻസലർമാരെ വിളിക്കാറുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ RSS പോലുള്ള സംഘടനകൾ ഇതുപോലെ അവരുടെ പരിപാടികളിലേക്ക് വൈസ് ചാൻസലർമാരെ വിളിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി ആരെങ്കിലും വിളിച്ചാൽ അതിൽ പോകാതിരിക്കാനുള്ള മര്യാദ അല്ലെങ്കിൽ അതിനുള്ള വിവേകം വൈസ് ചാൻസലർമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ്. മുഖ്യമന്ത്രി പറഞ്ഞത് 100% ശരി തന്നെയാണ്. അത്തരം അവർ സ്വാഭാവികമായിട്ട് അവർ പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്നാണ്. മുഖ്യമന്ത്രി അദ്ദേഹം എന്ത് പരിപാടിയിലാണ് പങ്കെടുത്തതെന്നതിനെ സംബന്ധിച്ചൊക്കെ വളരെ കൃത്യമായി നേരത്തെ അത് വിശദീകരിച്ചിട്ടുള്ളതാണ്. അതൊക്കെ നമ്മൾ പലതവണ ചർച്ച ചെയ്താണ്. അതൊന്നും ഇവിടെ പ്രസക്തമല്ല. ഞാൻ പറഞ്ഞല്ലോ, അത് 2025 ജൂലൈയിൽ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് അത്തരത്തിൽ വൈസ് ചാൻസലർമാർ വിവിധ പരിപാടികളിൽ RSSന്റെ പരിപാടികളിൽ സംബന്ധിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇടതുപക്ഷ സംഘടനാ നേതാവായിരുന്ന വൈസ് ചാൻസലർ ഉൾപ്പെടെ പങ്കെടുത്തിട്ടുണ്ട്.
അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് നിലപാടാണ് എടുത്തത് എന്ന് നിങ്ങളൊന്ന് പരിശോധിക്കുക. അവർ മൗനം പാലിക്കുകയായിരുന്നു, ഒരക്ഷരം മിണ്ടാൻ തയ്യാറായില്ല. അത് വ്യക്തിപരമായ കാര്യം എന്നൊക്കെ പറഞ്ഞ് അതിനെ ഒഴിവാക്കി വിടാനാണ് ശ്രമിച്ചത് അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. ഒടുവിൽ CPM കേന്ദ്രങ്ങളിൽ നിന്ന് പോലും ശക്തമായ വിമർശനം ഉണ്ടായപ്പോൾ മാത്രമാണ് അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആ വിഷയത്തിൽ പ്രതികരിക്കാൻ പോലും തയ്യാറായത്. ഞങ്ങൾ അന്ന് ആ വിഷയം സംഭവം വന്നപ്പോൾ തന്നെ ഞങ്ങളുടെ നിലപാട് പറഞ്ഞിരുന്നു, അത് ശരിയല്ല എന്ന് പറഞ്ഞിരുന്നു. അതേ നിലപാട് തന്നെയാണ് ഞങ്ങൾക്ക് ഇപ്പോഴും